മാധവിക്കുട്ടി പറഞ്ഞ പോലെ മരിച്ച ശേഷം കല്ലറയിൽ വെക്കുന്ന പൂക്കളൊന്നും എനിക്ക് വേണ്ട. ജീവിച്ചിരുന്നപ്പോൾ ഓരോ മനുഷ്യരും നോവിച്ചത് അപ്പോഴും ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് പ്രഹസനങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുന്നത്. അയാൾക്ക് അതൊന്നും ലഭിക്കാതിരിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ അയാൾ മരണത്തെ സ്വീകരിക്കുന്നത്, മരണത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കാം. നമ്മളെ കൊണ്ട് ഒരാളെ ഉപകാരം ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ ഉപകാരങ്ങൾ നമുക്ക് അവരോട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, മാനസികമായിട്ട് തകർക്കാതിരിക്കുക. ഞാൻ ആ ഒരു ടാഗ് ലൈൻ വായിച്ചെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ മരണ ദിവസം എങ്ങനെയായിരിക്കണം? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ മരണ ദിവസം എങ്ങനെയായിരിക്കണം. ഒരുപാട് ഹൃദയങ്ങളിൽ നമുക്ക് വസിക്കാനും നല്ലത് പറയിച്ച് മരിക്കാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം ഒന്നും ആലോചിക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ വന്നിരിക്കുന്നവരുടെ കൂട്ടത്തില് നമുക്കൊരു കുറ്റബോധം നിറയുന്ന ഒരു മനസ്സുമായി ഇരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നത്. ആരെയും അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കാനായി ശ്രമിക്കാതിരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഒരു വ്യക്തിക്ക് വേണ്ട സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആ വ്യക്തിക്ക് ഒരു പക്ഷേ വീണ്ടും വിചാരമില്ലാതെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നതിന് ഒരു കാരണമാകും. ശരിയാണ്, മരണത്തിനപ്പുറത്തേക്കും ഒരു ജനനം. ആ ജനനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ മനോഹരമാകട്ടെ. എല്ലാവർക്കും ഒന്ന് തിരിഞ്ഞു നോട്ടം നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടും. ചിലത് തിരുത്തണമെന്ന് തോന്നും, ചിലത് പറയണ്ടായിരുന്നു എന്ന് തോന്നും, ചിലത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നും. അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് വായിച്ചിരിക്കുന്നത് നന്നായിരിക്കും. പ്രിയ വിജയൻ ശിവദാസിന്റെ അവതരിപ്പിക്കും. താങ്ക് യു.